സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങും ലോ ഓഫ് അട്രാക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊരു കമ്പാരിസൺ നടത്തിയാലോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് സെർച്ച് ചെയ്യുവാണ്. നിങ്ങൾ ഫാഷനാണ് നോക്കുന്നതെങ്കിൽ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ടോപ്പിക്സ് നമ്മുടെ മുന്നിൽ വീഡിയോസ് ആയിട്ട് എത്തും. അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവ് കമന്റുകൾ വരുന്ന വീഡിയോസ് ആണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ അങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റുകളായിരിക്കും എത്തിച്ചേരുന്നത്. ഇതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സക്സസിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ തേടി വിജയം എത്തും. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന മോശമായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്ന വാക്കുകൾ ഇതെപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റി മാത്രം നിറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾക്കിനി വളരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട എവിടെയായിരിക്കും? ഗ്രോത്തിൽ മാത്രമായിരിക്കണം. നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ വാക്കുകളായിട്ട് മാറുന്നത്, വാക്കുകളാണ് നമ്മളുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത്. ഇന്ന് നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടാനാക്കുന്ന പല ആഗ്രഹങ്ങളും മറ്റ് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികൾ മാനിഫെസ്റ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് മനസ്സിനെ ഇനി മുതൽ സ്ക്രോൾ ചെയ്ത് തുടങ്ങുമ്പോൾ ശരിയായിട്ടുള്ള ചിന്തകൾ, നിങ്ങളുടെ വെൽത്ത്, ഹാപ്പിനെസ്, ഗ്രോത്ത് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഐ അട്രാക്ട് അബണ്ടൻസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ മനസ്സ് ഗ്രോത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ.